ഞങ്ങൾ വലിയ പ്രതിഷേധം. ഞങ്ങൾക്ക് നീതി ലഭിച്ചേ പറ്റൂ. ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നടപ്പിലാക്കണം. തരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. അല്ല, ഈ ബി.ജെ.പിയിലെ ഇന്ന് നടന്ന പ്രക്ഷോഭം സത്യത്തില് അവരുടെ ബി.ജെ.പിയെ നാണം കെടുത്തുന്ന, ബി.ജെ.പിയിലെ പ്രസിഡന്റിനെ കോപാളിയാക്കുന്ന രീതിയിലുള്ള ഒരു സമരമായിപ്പോ. ഇവർ ആരുടെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സമരം ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. ഒരിക്കലും നമ്മുടെ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സമ്മതിക്കില്ലായിരുന്നു. ഇന്ന് സത്യത്തില് ഇന്ന് ഈ ഒരു സമരമായിട്ട് ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ കോണിൽ നിന്ന് തന്നെ ഭയങ്കര വിമർശനം വന്നിട്ടുണ്ട്. സാധാരണ എനിക്ക് തോന്നുന്നില്ല ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പോലും അറിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നില്ല ഈ ഒരു പ്രക്ഷോഭത്തെ കുറിച്ച്. കാര്യം നാണക്കേടായി പോയെന്നേ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 5 മാസം ഗർഭിണിയായ ഒരു പെണ്ണിനോട് പറയുകയാണ് നീ ഇപ്പൊ പ്രസവിക്കണോ. ആരാ? ബി.ജെ.പിയുടെ മഹിളാ മോർച്ച പറയുക. ഇല്ലെങ്കിൽ നിന്നെ ഇപ്പൊ സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുന്ന പറയുന്നത്. അതുപോലെ ആയി പോയില്ലേ ഇത്. നമുക്കറിയാം UDF-ന്റെ കഴിഞ്ഞ ഇലക്ഷനിൽ ഒരു വാഗ്ദാനമായിരുന്നു KSRTC-യിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നുള്ളത്. അതെ, അവര് വാഗ്ദാനം നൽകിയിരുന്നു. അത് നടപ്പിലാക്കണമെങ്കിൽ അവർ ഭരണത്തിൽ കയറണ്ടേ. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ വെച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്ത് സർക്കാർ കാര്യമല്ലേ, അതിന്റെ പേർപ്പസ് ഒക്കെ ക്ലിയർ ആക്കി അതിന്റെ നടപടികൾ സ്വീകരിച്ചുകൊണ്ടല്ലേ അവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കേണ്ടത്. ഇത് സത്യപ്രതിജ്ഞ ചെയ്ത് ഗവൺമെന്റ് പോലും അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് ഇവിടെ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുന്നു. വാഗ്ദാനം നടത്തിയില്ല പോലും. എന്താ അവസ്ഥയല്ലേ. മഹിളാ മോർച്ചയാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്ത് കോമഡിയാ സത്യത്തില്. ഇതൊരു കോമാളിത്തരമായി പോലെ ഇത്രയും പ്രക്ഷോഭങ്ങള്. അല്ല, ഇതൊരു കോമാളിത്തരമല്ലേ. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാല്, നമുക്ക് രണ്ടായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാം. ഒന്നെന്ന് പറയുന്നത് നമുക്കറിയാം, അത് പണ്ടത്തെ നമ്പറാണ്, തേഞ്ഞുപോയ നമ്പറാണ്. ഒരു പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ അവർ പറയുന്നു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നു പറയുന്നു. ആ സംഭവം നടപ്പിലാക്കുന്നതിന്റെ തലേ ദിവസം വന്നിട്ട് വേറൊരു പാർട്ടി വന്ന് പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു. എന്നിട്ട് അത് പിറ്റേന്ന് രാവിലെ നടപ്പിലാക്കുമ്പോൾ ഇവര് പറയുന്നു ഞങ്ങൾ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടാണ് അത് നടപ്പിലാക്കിയത്. അതൊക്കെ എന്റെ പൊന്ന് ബി.ജെ.പിക്കാരെ, അതൊക്കെ പണ്ട് 1965, 75 കാലഘട്ടത്തിൽ അതൊക്കെ തേഞ്ഞുപോയി. പുതിയ നമ്പർ വല്ല ഉണ്ടെങ്കിൽ ഇറക്ക്. എന്നിട്ട് ഞാൻ പറയും ഇതൊരു നമ്പറാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് സംഭവിച്ചു പോയ കാര്യമാണ്. സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് സർക്കാരിനെതിരെ പ്രക്ഷോഭം. ആർക്കെതിരെ പ്രക്ഷോഭം? ആരാവിടെ ഭരിക്കാൻ പോകുന്നത്? അവര് തിങ്കളാഴ്ച അധികാരത്തിൽ കയറത്തേ ഉള്ളൂ. എന്താ ചെയ്യുക? സത്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിനോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ബി.ജെ.പി പ്രവർത്തകരും സംഘപരിവാറും ഒക്കെ ചെയ്യുന്നതിന്റെ ദോഷഫലങ്ങളും നാണക്കേടും ഒക്കെ താങ്കളിലാണ് വന്ന് ഭവിക്കുന്നത്. താങ്കൾ ഇവിടുത്തെ ബി.ജെ.പിയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട് താങ്കളിലേക്ക് വരുന്നത്. സത്യത്തിൽ താങ്കൾ പോലും അറിഞ്ഞില്ലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ താങ്കൾ സമ്മതിക്കില്ലല്ലോ. എടാ, ബുദ്ധിയുള്ള ഒരാൾ സമ്മതിക്കില്ലല്ലോ ഇന്ന് പ്രക്ഷോഭം നടത്താൻ. സർക്കാർ അധികാരത്തിൽ കയറട്ടെ, കുറച്ച് സമയം കൊടുക്കണം, അതിനുശേഷം അവർ സർക്കാർ കാര്യമല്ലേ, നടപ്പിലാക്കേണ്ട ഒരു കാലതാമസവും അതിന്റെ നടപടിക്രമങ്ങളൊക്കെ അറിയാവുന്ന ആളായതുകൊണ്ട് താങ്കൾ, എനിക്ക് തോന്നുന്നില്ല താങ്കൾ സമ്മതിച്ചിട്ടുള്ള ഈ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. പക്ഷെ എന്ത് തന്നെ ആയാലും ബി.ജെ.പിക്കാർക്ക് ഭയങ്കര നാണക്കേടായി പോയി. വീട്ടിൽ ബലറാം പറഞ്ഞ പോലെ ഒരു കോമാളികളുടെ പാർട്ടിയായിട്ട് ബി.ജെ.പിയെ ആളുകൾ കാണുന്നത് കൊണ്ടൊക്കെയാണ്. സമരങ്ങൾ സംഘടിപ്പിക്കാം, അതിനൊക്കെ ഓരോ സന്ദർഭമുണ്ട്, ഓരോ അവസരങ്ങളും അതിൻ്റെതായ സിറ്റുവേഷനൊക്കെ വരും. ആ സമയത്തൂടെ സംഘടിപ്പിക്കാൻ. ഇത് ഭയങ്കര ബോറായി പോയി കേട്ടോ. സത്യത്തിൽ ഇനിയുള്ള സമരങ്ങളൊക്കെ എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു വിലക്കണം. രാജീവ് ചന്ദ്രശേഖർ അണികളോടും കമ്മിറ്റിയോടൊക്കെ ഒന്ന് പറയണം, എന്തെങ്കിലും ബി.ജെ.പിയുടെ പേരിൽ സമരം സംഘടിപ്പിക്കുമ്പോൾ അത് കേന്ദ്ര കമ്മിറ്റി അറിയണമെന്നും അറിഞ്ഞ് അപ്രൂവൽ മേടിക്കണമെന്നും പറഞ്ഞിട്ട് മാത്രമേ ബി.ജെ.പിയുടെ പേരിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സമരങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ.